അധ്യായം 7. ഈയിടെ വായിച്ചു, നിർമ്മിത ബുദ്ധി കൊണ്ട് ഡിജിറ്റൽ പുനർജന്മം സൃഷ്ടിക്കാമെന്ന്. മരിച്ചവരെ പുനഃസൃഷ്ടിക്കുന്നതിനെ ഡിജിറ്റൽ ഇൻകോർണേഷൻ ടെക്നോളജി എന്ന് പറയും പോലും. ഈയിടെ KP രാമനുണ്ണി എഴുതിയ ഒരു കഥയുടെ സാരം ഇതാണ്. മരിച്ചവരെ അതേ അവസ്ഥയിൽ, അതേ സ്മരണയിൽ, അതേ ഫിസിയോളജിയിൽ നിർമ്മിച്ചെടുക്കലാണ്. ആ കഥ വായിച്ചപ്പോൾ ആഗ്രഹിച്ചതാണ്, എത്ര ചിലവ് വന്നാലും നിന്നെയൊന്ന് നിർമ്മിച്ച് ഒരു ദിവസം ഒരുമിച്ച് കഴിയണമെന്ന്. പുനർജനി സൃഷ്ടിക്കുമ്പോൾ അതിലെ ചിപ്പുകളിൽ അവരുടെ പ്രധാന ചിന്തകൾ, പെരുമാറ്റങ്ങൾ, എന്തിന് ലൈംഗികതയ്ക്ക് ആവശ്യമായ എഞ്ചിനീയറിംഗ് വരെ നടത്തും. പക്ഷേ ഒരുപാട് പരിമിതികളുണ്ട്. ആ പുതിയ സൃഷ്ടിയിൽ, ആ യന്ത്ര പുനഃസൃഷ്ടിയിൽ വൈകാരികതകൾ ഉണ്ടാകില്ല. എന്തിന് സ്പർശനം പോലും യന്ത്രം തിരിച്ചറിയില്ല. മാക്സിമം കാലാവധിയുമുണ്ട്. ചിപ്പുകൾ ക്ഷയിച്ചു നശിക്കും. അതെന്തുമാകട്ടെ, ഈ അത്ഭുതം നമ്മുടേതുപോലെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? എന്തായാലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടാവില്ല. മരിച്ചവർ ഒരു നിമിഷത്തേക്ക്, കുറച്ചു നിമിഷത്തേക്ക് വന്നു പോയിട്ടുള്ളതായി നമ്മൾ ബഹുമാനിക്കുന്നവർ, ഉയർന്ന ചിന്താതലങ്ങൾ ഉള്ളവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വാസയോഗ്യവുമാണ്. ദാ ഇപ്പോൾ 10-20 കൊല്ലം മുൻപ് മരിച്ച നീ ഇതാ അന്നത്തെ അതേ അംബികയായിട്ട്, എന്റെ അതേ ഭാര്യയായിട്ട് എന്നോടൊപ്പം കിടക്കുന്നു. നമ്മൾ ഇതിനെ എന്ത് പേരിട്ട് വിളിക്കും? ആർക്കെങ്കിലും ഇത് വിശ്വസിക്കാനാകുമോ? ഇനി നമ്മൾ ഇതൊന്നും സംസാരിക്കരുത്. ജ്യോതിഷി പറഞ്ഞതുപോലെ, ദൈവനിശ്ചയം പോലെ ഇനി നമുക്ക് അനുവദിച്ച സമയം നമുക്ക് ജീവിച്ച് ഇനി ഒരുമിച്ച് മടങ്ങാം.